ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗായ്സ്, ഇന്ന് നമ്മൾ ഹമ്മർ കൊണ്ടാണ് ഗൈസ് വന്നിരിക്കുന്നത്. അതായത് ഒരു കിഡില്ലം വണ്ടി തന്നെയാണ് നമ്മുടെ ഹമ്മർ എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല ഹെവി സൈസ്, ഒരു ബൾക്കി സൈസുള്ള സാധനം തന്നെയാണ് നമ്മുടെ ഹമ്മർ എന്ന് പറയുന്നത്. ഗൈസ്, ഇത് ഏകദേശം ഹമ്മർ 2006 H1 ആൽഫ എന്ന് പറഞ്ഞൊരു മോഡലാണ് ഗൈസ്. ഈ ഒരു വണ്ടി എന്ന് പറഞ്ഞാൽ വലിയ പവറും കാര്യങ്ങളും ഒന്നുമില്ല, പക്ഷേ ഗൈസ് വണ്ടി കാണാൻ അടിപൊളിയാണ്. എനിക്കിതിൻ്റെ പെയിൻറ്റും വർക്കും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഗൈസ്, നമ്മൾ ഇതുകൊണ്ട് മറ്റേ ഇതൊക്കെ ഇരുന്ന് വിറയ്ക്കുന്നത് അത് മൈക്കാണെന്ന് തോന്നുന്നു ഗൈസ്. എന്തായാലും കൊള്ളാം. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എന്നാലും ഇങ്ങനത്തെ ഓരോ കണ്ടൻറ്റ് നമുക്ക് വരാൻ പറ്റത്തുള്ളൂ ഗൈസ്. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഏതെങ്കിലും വണ്ടിയാണ് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. നമ്മൾ മാക്സിമം അങ്ങോട്ട് നോക്കുന്നതായിരിക്കും ഗൈസ്. നമ്മൾ വണ്ടി അത്യാവശ്യം പണിതിട്ടുണ്ട്, ഫുള്ളി മോഡിഫിക്കേഡ് ആണ് ഗൈസ്. അതായത് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഈ ഒരു വണ്ടി വെച്ചൊരു ഓഫ് റോഡാണ് ഗൈസ്. അതായത് നമ്മൾ മുഴുവൻ ഈ ഒരു കാട്ടിക്കൂടെ എല്ലാ സ്ഥലത്തൂടെ നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് ഈ ഒരു ഓഫ് റോഡിങ്ങിനാണ്. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയി നോക്കാം ഗൈസ്. ഇനി നമുക്ക് ഏകദേശം ഒരു 8 കിലോമീറ്റർ പോകാനുണ്ട്, 8.2 കിലോമീറ്റർ ഗൈസ് പോകാനുള്ള സ്ഥലമെന്ന് പറയുന്നത് 8.2 കിലോമീറ്റർ ഗൈസ്. മഴയായതുകൊണ്ട് ഗ്രിപ്പും കാര്യങ്ങളൊക്കെ വളരെ കുറവാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിക്ക് ഒന്നാമത് നല്ല സൈസും ഉണ്ട്. നമ്മൾ ഗ്രിപ്പൊന്നും വലുതായിട്ട് പ്രതീക്ഷിക്കുകയും വേണ്ട, ഹാൻഡിലിംഗ് ഒക്കെ കുറവാണ്. നമ്മൾ പവർ എന്ന് പറയുന്ന സാധനം കുറവാണ് ഗൈസ്, കൂടുതലൊന്നുമല്ല. പവർ എന്ന് പറഞ്ഞ സാധനം കുറവ് തന്നെയാണ് ഗൈസ്. പിന്നെ എന്നാലും എനിക്ക് ഈ ഒരു വണ്ടി കൊണ്ട് ഓഫ് റോഡ് ചെയ്യാൻ തോന്നി ഗൈസ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വണ്ടി കൊണ്ട് വന്നിരിക്കുന്നത് ഗൈസ്. എന്തായാലും കൊള്ളാം, നമുക്ക് നേരെ നമ്മുടെ സ്ഥലത്തേക്ക് പോകാം ഗൈസ്. സെറ്റായിരിക്കും അല്ലേ? നമ്മൾ ഈ ഒരു ക്ലൈമറ്റിൽ നമ്മുടെ ആ ഒരു സ്ഥലം എന്ന് പറയുന്നത് സെറ്റപ്പ് ആയിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ്, ഈ ഒരു റെയിനും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് നൈസായിട്ട് ചള്ളയും കാര്യങ്ങളൊക്കെ അവിടെ കാണാൻ പറ്റും. ഇടിച്ച് ഗൈസ്, ഇടിച്ച് വണ്ടി ഇടിച്ച് ഗൈസ്. കൺട്രോളിങ് ഒക്കെ ഭയങ്കര കുറവാണ് കേട്ടോ. ഓക്കെ, എന്തെങ്കിലും ആട്ടെ, നമുക്ക് അങ്ങോട്ട് വണ്ടി എടുക്കും ഗൈസ്. പക്ഷെ വണ്ടി കാണാൻ നല്ല ലുക്ക് കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു വണ്ടിയുടെ പെയിൻറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ഗൈസ്. എന്തായാലും നമ്മൾ അടുത്ത വീഡിയോ കൊണ്ടുവരാൻ പോകുന്ന ഗൈസ് ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസിലെ ടൊയോട്ട സൂപ്പറായിരിക്കും ഗൈസ്. അതായത് നമ്മൾ ട്യൂൺ ചെയ്തെടുത്ത സംഭവമായിരിക്കും. നമ്മൾ ട്യൂൺ ചെയ്തിട്ടുണ്ട് ഗൈസ്. ആ ഒരു സാധനം, ആ ഒരു മൊത്തത്തിൽ നമ്മൾ ട്യൂൺ ചെയ്തിട്ടുണ്ട്. നമ്മൾ എന്താണേലും അത് കൊണ്ടുവരും ഗൈസ്. ആ ഒരു വണ്ടി നമ്മൾ ഉറപ്പായിട്ടും കൊണ്ടുവരും. കാരണം ഗൈസ്, ആ വണ്ടി ഭയങ്കര എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് രസമാണെന്നറിയാം വണ്ടി കാണാൻ അല്ലേ? നമുക്ക് എന്താ പറയുക ഗൈസ്, അതിലൊന്നും പറയാനില്ല. നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. ഓക്കെ, ഏകദേശം ഒരു 5.5 കിലോമീറ്റർ കൂടെ ഉണ്ട്. ഓക്കെ, നമുക്ക് അങ്ങോട്ട് പോകാം ഗൈസ്. പെയ്യെ പോവാം. നമ്മളിന്നലെ ഗൈസ് ഈ തിരുതി വെച്ച് പോകുന്നത്. ഓക്കെ ഗൈസ്, നമ്മുടെ വണ്ടിക്ക് പവറും കാര്യങ്ങളൊക്കെ ഭയങ്കര കുറവാണ് ഗൈസ്. അതായത് ഏകദേശം ഒരു 200 കിലോമീറ്റർ ഗൈസ് അതുവഴിയായിരുന്നു പോകേണ്ടത്. നമുക്ക് കുഴപ്പമില്ല, നമുക്ക്